ഹായ് ഓൾ അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല ചൂട് കോഫിയും കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബിസിയാക്കി എങ്ങനെ ഇന്ന് അങ്ങനെ കുറേ ബിസിയുള്ള ഡേ ഒന്നല്ല, നല്ലൊരു ഫ്രീ ഉള്ള ഡേ ആണ്. അപ്പോൾ ഇന്നെന്താ പറയുക, ഓർഡർ സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്നാലും എന്നെ ഒരു മംഗലവും ഒരു മൊയിലോത് പിന്നെ കുറച്ച് ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുണ്ടായി. അതിൻ്റെ എല്ലാ വിശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കുറേ സ്റ്റിച്ചാക്കാൻ വെച്ചിട്ട് ഓരോന്ന് ഡ്രസ്സെല്ലാം പുള്ളമാർക്കെല്ലാം ഒന്ന് സ്റ്റിച്ച് പൊട്ടിയതും സൈഡായതും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു മൂലൊക്കെ വെച്ചിട്ട്. ഇന്നടിക്കുക, നാളടിക്കുക, മറ്റൊന്നടിക്കുക എല്ലാം അവിടെ വെച്ചിട്ട് അവിടെ തന്നെ വാക്കി. അത് വെച്ചെങ്കിൽ അങ്ങനല്ലേ നമുക്കല്ലേ, അതൊന്ന് അടിക്കാൻ ഇരുന്നെങ്കിൽ ഫുള്ള് അടിച്ചിട്ട് എണിക്കുന്നത്. അത് ഇരുന്നില്ലെങ്കിൽ അത് അവിടെ തന്നെ വാക്കിയാണ്. അപ്പോൾ ഞാൻ മിഷനിലേക്ക് നല്ല ഓയിലെല്ലാം കൂട്ടിയിട്ടില്ലേ, ഇന്ന് എന്തായാലും ഫുള്ള് അടിച്ചിട്ട് എടുക്കണമല്ലോ ഇങ്ങനെ ഓരോന്നോരോന്നേ എടുക്കുന്നുണ്ട്. പുള്ളമാർതും എൻ്റെതും പിന്നെ എല്ലാം ബാബിൻ്റെതും എല്ലാവരും അടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാം വിശേഷമല്ല എന്താ റബീഉൽ അവ്വൽ മാസമല്ല അല്ലേ, എല്ലാവരും നബിക്ക് മൗലൂദും സലാത്തും യാസീനും എല്ലാം ഓതിയിട്ട് എല്ലാം അതിയാക്കിയ എല്ലാവരും ഓതവേ നമ്മൾ നബിക്കും വേണ്ടിയിട്ട് അങ്ങനെ. അപ്പോൾ റബീഉൽ അവ്വലിൻ്റെ ജാതിയും പരിപാടിയും സംഭവങ്ങളെല്ലാം ഇനി വരാൻ പോകുന്നതല്ലേ അല്ലേ. അപ്പോൾ അതാ ഇന്നില്ലേ രാവിലെ ഞാൻ എന്താ പറയുക ഉണ്ടാക്കുന്നത്, ദോശ, ഇഡ്ഡലി, പുട്ട്, കടല ഒന്നുമില്ല കലത്ത് പോകുന്നു. നമ്മുടെ ലോഡഡ് ഫ്രൈ ഇല്ലേ, ഞാൻ ഫെറോറൊന്ന് കഴിക്കുന്നത് നിങ്ങൾ കാണിച്ചിട്ടില്ലേ, അത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ പരിയിലുണ്ടാക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് കുറേ വേർഷൻ ഉണ്ട് അങ്ങനെ ഇങ്ങനെയല്ലോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിനും വേണ്ടിയിട്ട് അതിൻ്റെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് പാക്കറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലേ, അതിനെ ഞാൻ പിന്നെ എയർ ഫ്രയറിൽ വെച്ചിട്ട് അതിനൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കൊരു പാൻ എടുത്തിട്ടില്ലേ ഒരിത്തിരി ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ലോഡഡ് ഫ്രൈക്കില്ലേ ഒരു സോസ് വേണമല്ലോ, അതിനും വേണ്ടിയിട്ടാണ് ബട്ടർ ഇട്ടിട്ട് അതിന് ശേഷം അല്ലേ ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുത്തിന്. മൈദ ഇട്ടിട്ട് ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂട്ടി, വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല, കുറച്ച് വെള്ളമാണ് അത്ര വെള്ളം കൂട്ടാം. ഓക്കെ, ഒരു കട്ടിയാണ്ട, ഒരു ഇത്തിരി ലൂസും അല്ല ഒരു കട്ടിയല്ല, അത് ആ ഒരു അങ്ങനെ ആക്കിയിട്ട് എടുക്കാം നമുക്ക് എങ്ങനെയെന്ന്. അപ്പോൾ ഇത് കുറേ സൈസിൽ ഉണ്ടാക്കുന്നത്, ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്, ചിക്കനെ ബ്രോസ്റ്റഡ് മാതിരി അങ്ങനെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്, ചിക്കനെ വെറും ഇങ്ങനെ ജസ്റ്റ് ഉപ്പും കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചിട്ട് മുറിച്ചിട്ടുണ്ടാകും, എന്തെല്ലാം സ്റ്റീലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ തന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ബട്ടർ ഇട്ടതിന് ശേഷം മൈദ ഇട്ടിട്ടായിട്ട് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചുകൊണ്ട് വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ കുരുമുളക് ഇട്ടിട്ട് ഞാൻ, നമ്മളുടെ എല്ലാവർക്കും കുറച്ച് സ്പൈസിയല്ല ഇഷ്ടം, അപ്പോൾ ഞാൻ 2 ഇട്ടിട്ട് നിങ്ങൾക്ക് അത്ര വേണ്ടെങ്കിലും 1 ഇട്ടാൽ മതി. ഓക്കെ, എന്നിട്ട് അതേ ടൈമിൽ അതിന് വേണ്ടത്ര ഉപ്പ് ഇട്ട് കൊടുത്തിന്. ഇനി കുറേ ഐറ്റം മിൽക്കെല്ലാം ഇടാണ്ട്. അപ്പോൾ നോക്കാം എന്തെല്ലാം ഇടുന്നതെന്ന്. അപ്പോൾ ഈ ടൈമിനില്ലേ ഞാൻ അപ്പുറത്തെ ഗ്യാസിൽ ചിക്കൻ ഫ്രൈക്ക് മിക്സ് ആക്കിയിട്ട് വെച്ചിന്. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് അതെന്താ പറയുക സംഭവം, പിന്നെ ഫസ്റ്റ് വേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചു, പിന്നെ വേണ്ട ഇങ്ങനെ ഇതാക്കാന്നില്ലേ ലാസ്റ്റിലേക്ക് എത്തിയതാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളകും ഉപ്പും മറ്റേ കുറച്ച് സുർക്കാലോ ഒഴിച്ചിട്ട് ഒരു സാധാരണ സിമ്പിൾ ഫ്രൈ ആക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതെല്ലാം ആടെ റെഡി ആകുമ്പോൾ ഇപ്പുറത്ത് ഞാനത് ഇതൊന്ന് കട്ടിയായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നോക്കിയിട്ട് പിന്നെയും വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കല്ലേ ഇനി നമുക്ക് ഇതെന്ത് ഞാനിട്ട് മറ്റേ ചില്ലി ഫ്ലെക്സ് ഇല്ലേ എന്ത് ചെയ്തതിനെ ക്രഷാക്കിയ മുളക് പൊടി സംഭവം ഇതാണ്. അത് ഞാനിത് ഹോം മെയ്ഡ് ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ്, ഒന്നുമില്ല, ജസ്റ്റ് മുളകെടുക്കുക, മല്ലി വേണ്ട, വെറും മുളകിനില്ലേ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി. ഈ പിസ്സാക്ക് ഇതിലേക്കെല്ലാം മുള്ളിട്ടിട്ട് കാണുന്നില്ലേ നല്ല ടേസ്റ്റാണ് അതുണ്ടെങ്കിൽ. അങ്ങനെ ഒരു സ്പൂൺ ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ 1 സ്പൂണ് കാശ്മീരി പൗഡർ ഇല്ലേ ചില്ലി പൗഡർ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ മാറിയണ്ട. അപ്പോൾ ഇതെല്ലാം നമുക്കില്ലേ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഈ സോസെല്ലാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചില്ലേ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഉപ്പ്, എരിവ്, പുളി എല്ലാം ചെക്കാക്കിയിട്ട് നോക്കാം. ഉപ്പ് കുറവെങ്കിൽ കുറച്ച് ഉപ്പിടാം, എരിവ് കുറവെങ്കിൽ കുറച്ച് കുരുമുളകില്ലേ അത് വീണ്ടും ഇടാം, പിന്നെ ഒരു പുളിയും അത് കുറവെങ്കിൽ കുറച്ച് കെച്ചപ്പും കൂടി ഇടാം. അങ്ങനെ അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സായിട്ട് ഒരേപോലെ ആയ ഒരു സോസാണോ അതിൻ്റെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ സോസ് ഉണ്ടാക്കുന്നത് മാത്രം ടൈം, ബാക്കിയെല്ലാം പെട്ടെന്ന് റെഡിയാവും. ഇതെല്ലാം നമ്മൾ പുറത്തൊന്ന് വേങ്ങുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് ഒന്ന് കുലുക്കിയിട്ട് പൈലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയും മേലുമെല്ലാം ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് ലാസ്റ്റായിട്ടില്ലേ ഈ സോസിലേക്ക് ഒന്ന് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ തീ ഓഫാക്കാം. ഓക്കെ,
കഴിഞ്ഞു ഇതിൻ്റെ സംഭവം ഇത്ര തന്നെ. അപ്പോൾ അപ്പുറത്താണ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൈ ആക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇതാക്കണ്ട, ജസ്റ്റ് ഒരിങ്ങനെ എന്ത് ആടുമല്ല ഒരു സോഫ്റ്റും അല്ലാത്ത മാതിരി അങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് കഴിക്കുന്നെങ്കിൽ ഒരു ഇൽക്ക് തന്നെ ഒരു പ്ലേറ്റിന് തന്നെ ഇല്ല, നല്ല റേറ്റാണ് 200, 250, 250 അങ്ങനെ എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നെങ്കിലേ ഒരു 200, 300 രൂപക്ക് നമുക്ക് നമ്മളെ പുരയിലത്തെ എല്ലാവർക്കും നല്ല വയറ് ഫുള്ളായിട്ട് കഴിക്കാം അറിഞ്ഞാൽ. അപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ പുരയിൽ തന്നെ ഉണ്ടാക്കി നോക്കിയെങ്കിലേ അത് നമുക്ക് ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യാം, നമുക്ക് തന്നെ ഇഷ്ടം പോലെ കഴിക്കുകയും ചെയ്യാം. ഹോട്ടലിലെല്ലാകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടല്ലേ കഴിക്കുന്നല്ലേ. അപ്പോൾ ഞാൻ ആ സോസിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കണമെന്നില്ലായിരുന്നു, ഞാൻ വെറുതെ കാണുമ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അതിനെ. അപ്പോൾ ആ ടൈമിൽ നല്ല അടിപൊളി ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിതാ ചിക്കൻ ഫ്രൈ ആക്കിയതിനെ നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ആ സോസ് ഇട്ട് കൊടുക്കാം. ഈ സോസില്ലേ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ, ഞാൻ പിന്നെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ നല്ല വാങ്ങലിട്ട് കൊടുത്തിന്. ഇത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഇല്ലേ കുറച്ച് മയോണസ് വേണമെങ്കിൽ ഇടാം. ഇവിടെ മയോണസ് അത്ര ആർക്കും ലയിക്കാമെന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ സോസ് തന്നെ ഇട്ടതാണ്. ഇതിലേക്ക് തന്നെ കെച്ചപ്പല്ലോട്ട് ഇത് സംഭവം എളുപ്പമാണ് നമുക്ക് കഴിക്കാനും ഉണ്ടാക്കാനും എല്ലാം. അപ്പോൾ അതൊന്ന് ഒരു ലെയറായിട്ട് ഇട്ടതിന് ശേഷം ഇല്ലേ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബൈലോട്ടും ആ സോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടില്ലേ, നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മക്കൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാവേ. പക്ഷെ അത് കുറേ ആൾ ചെല്ലലുണ്ട് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പുള്ളമാർ വീഡിയോ കാണുമ്പോൾ എന്നെ കരിയുന്ന ഉണ്ടാക്കി അങ്ങനത്തത് വേണം നല്ല ചെല്ലിട്ട്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മസാല കുറേ ആൾ കമൻ്റ് ആക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാവേ മക്കൾക്കെല്ലാം. അപ്പോൾ ഇതിനെല്ലാം ഹോട്ടലിൽ തന്നെ കുറേ എക്സ്പെൻസ് ആകുന്നതിന് നമ്മൾ നമ്മൾ ഇതിലുള്ള സാധനം വെച്ചിട്ട് ആക്കിയിട്ട് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റില്ല മക്കൾ കഴിക്കും, നല്ല ചൂടോടെ തന്നെ. ഇതെല്ലാം പിന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിക്കേണ്ട സംഭവമല്ല, ചൂടോടെ തന്നെ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ. ഞാനിപ്പോൾ നിറച്ച് സോസില്ലേ ഇതിലുള്ള ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മിക്സ് ആക്കിയിട്ട് കഴിക്കാനില്ല, നല്ല ഉണ്ടായിരുന്നു, നല്ല വേണ്ട. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്ക്. പിന്നെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് സോസ് ഉണ്ടാക്കാൻ മടിയാണെങ്കിലേ മയോണസും പിന്നെ ഇപ്പോൾ കെച്ചപ്പില്ലേ ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ആക്കാം. ഒരു ബൗളിലെടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഈ ഫ്രഞ്ച് ഫ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം ചിക്കൻ ഫ്രൈൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ആ സോസ് ഒന്ന് ഇട്ട് കൊടുക്കാം. മയോണസും ചിക്കൻ ഫ്രൈ മിക്സ് ആക്കിയ മയോണസും കെച്ചപ്പിൻ്റെ മിക്സ് ആക്കിയാൽ അതിട്ടിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചീസ് ഉണ്ടെങ്കിലേ മുകളിലത്തെ ലെയറിലേക്ക് ചീസ് ഗ്രേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് എടുത്തെങ്കിലേ അതും ഒരു ടേസ്റ്റ് തന്നെയാണ്, വേറൊരു ടേസ്റ്റ്. അങ്ങനെതാ ഞാനും മക്കളെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷം ഇത് രാവിലെയാണ് കഴിക്കുന്നത്, ഉച്ചക്കോ വൈകുന്നേരമോ രാത്രി ഒന്നുമല്ല രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വെറുതെ ഇങ്ങനെ ടൈം പോയാലും പ്രശ്നമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ തന്നൂനില്ലേ സ്കൂളിൽ ഇപ്പോൾ ഓണത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ ഇങ്ങനെ വീഡിയോ നോക്കിയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ അതും എല്ലാം കയ്യോടും കാലോടെല്ലാം എന്തെല്ലോ കാണിക്കുന്നുണ്ടോ ഞാൻ. അതങ്ങനല്ലേ ചെറിയ പിള്ളമാരുള്ള പുരയിൽ വലിയ പിള്ളേർ എന്തെങ്കിലും ഇങ്ങനെ നോക്കിയിട്ടാക്കുന്ന ഇത് കണ്ടെങ്കിൽ അതിനെ കണ്ടിട്ട് ഓരോന്നോരോന്നേ അങ്ങനെ നോക്കിയിട്ടാക്കാനും തുള്ളാനും ബയാക്കാനും ബുക്കെടുക്കാനും എഴുതാനും എല്ലാം പഠിക്കുന്നതല്ലേ ചെറിയ പിള്ളമാരുള്ള പുരയിലെല്ലാം ഉള്ള സംഭവം തന്നെയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ ഉച്ചക്ക് നമ്മൾ തന്നെ ഉച്ചക്ക് ചോറും കറിയും ഉണ്ടാക്കിയില്ല, ഇന്ന് ഫുള്ള് വെറൈറ്റി തന്നെയാന്ന് പറഞ്ഞാൽ. ഉച്ചക്ക് പാനിപൂരി അതുണ്ടാക്കിയത്. അപ്പം അതിൻ്റെ മറ്റേ പൂരി ഉണ്ടായിന് കൊണ്ടുവന്നത്. ആ പൂരിനൊന്ന് എണ്ണയിലിട്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാകുന്നില്ലേ. പൊട്ടോട്ട് വേവിച്ചതും ഫ്രിഡ്ജിലുണ്ടായിന്, എന്തോ ഞാൻ ഓർഡർ ഉണ്ടെന്തോ. അപ്പോൾ എന്ത് പണിയില്ലല്ലോ, പൊട്ടോട്ട് വേവിച്ചത് കൊണ്ട് പൂരി എണ്ണയിലിട്ടിട്ട് എടുത്തിന്. എന്നിട്ട് പാനിപൂരി എല്ലാം കഴിച്ചിട്ടായിട്ടില്ലേ ഉച്ചക്ക്. അത് രാത്രി ഞാൻ പറഞ്ഞിട്ടൊരു മൈലാഞ്ചി മംഗലത്തിന് പോകാനുണ്ടെന്ന്. അടുത്ത മൈലാഞ്ചി മംഗലത്തിനാണ് ഞാൻ പോയത്. ഞാൻ ബാബി അനിയൻ്റെ ഉമ്മ എല്ലാവരും പോയിന്, അനിയൻ്റെ കുഞ്ഞി പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും പോയിട്ട് നമ്മൾ നല്ല ചൂട് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കച്ചമ്പറും എല്ലാം കൂട്ടിയിട്ട് കഴിച്ചതാണ്. എന്നിട്ട് അവിടെ കുറേ ബിസി ആക്കിയിട്ടെല്ലാം അതിന് ശേഷം രാത്രി കുറച്ച് നേരം അതിന് നമ്മൾ വരുമ്പോൾക്ക് നമ്മളെ ഫാമിലി വന്ന് നമ്മളെ പുരൻ്റെ അടുത്ത് തന്നെയുള്ള വരെയാണ്. നമ്മളെ പുര കഴിഞ്ഞിട്ട് 2-3 വരെയാണ്. അങ്ങനെ എല്ലാവരും ചോറെല്ലാം വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ കുറച്ച് ബിസി എല്ലാം ആക്കിയിട്ട് വന്നതാണ് നടന്ന്. അപ്പോൾ അവിടെ മംഗലുണ്ടായിനോ ഹോളിലായിനോ മൈലാഞ്ചി പോരില്ലാഞ്ഞി. പിന്നെ നമ്മളെ ചുറ്റുപാടില്ലേ പുറത്തലത്തെ എന്നിട്ട് ആരുമില്ല, എല്ലാം നമ്മൾ തന്നെ നമ്മളെ ഫാമിലി തന്നെ. പുള്ളിമക്കവും മക്കളും മുത്താൻ്റെ പുള്ളിയും മുളപ്പാൻ്റെ പുള്ളിയും കുഞ്ഞുമാൻ്റെ പുള്ളിയായിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ എടുത്ത ഉപ്പാൻ്റെ ഫാമിലി തന്നെയാണ് അധികമുള്ളത്. പുറത്തലത്തേന്ന് ശരിയിട്ട് ആരുമില്ല. അങ്ങനെ
അപ്പോൾ ഇതില്ലേ ഒരു ദിവസത്തെയും 2 ദിവസത്തെയും വേണ്ടി ഒന്നിച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞങ്ങൾക്ക് നാളെ രാവിലേക്ക് ഒരു ഓർഡർ ഉണ്ട്, പുരകൂടീൻ്റെ ഒരു ഓർഡർ. അപ്പോൾ രാവിലെ കൊടുക്കണമെന്ന് പറഞ്ഞ ഓർഡർ ആയിരുന്നു. അപ്പോൾ ഞാൻ വേഗം വന്നിട്ടില്ലേ മക്കളോടെല്ലാം പറയുന്നുണ്ട് വേഗം കിടന്നിട്ട് ഉറങ്ങും, നമുക്ക് രാവിലെ എണിക്കാനുണ്ടെന്ന്. ഇപ്പോൾ ഉള്ളമാർ ഉറങ്ങിയില്ലെങ്കിലേ നമുക്ക് ഉറക്കായിരുന്നില്ല, ഓരോ സൗണ്ട് ആയിക്കൊണ്ടും ചെറിയ ബേബി ലീല് പറഞ്ഞോണ്ട് അതില്ലേ 12 മണിയോളം ഉണ്ടാകുന്നു. 8-9 മണിക്ക് ഒരിക്കൽ ഉറങ്ങിയിട്ട് എണിക്കും, എന്നിട്ട് രാത്രി 12 മണിയോളം ഉണ്ടാവും. അങ്ങനെതാ മംഗലത്തിൻ്റെ ഓരെല്ലാവരും വീഡിയോസെല്ലാം ഇങ്ങനെ എടുക്കുന്നുണ്ട് പിള്ളമാർന്നല്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ ബേബിയെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഒരു പുരകൂടിക്കുള്ള ഓർഡറാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. രാവിലെ 6 മണി 6:30 മണിയാകുമ്പോൾ ഫുഡ് റെഡിയാക്കി തരണമെന്നല്ല ഒരു പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഒരു വക ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് രാത്രി തന്നെ ഇതാക്കിയിട്ട് അതിന് ശേഷമില്ലേ ഇപ്പം ഞാൻ ഉറങ്ങിയിട്ട് ഏകദേശം രാവിലെ എണിച്ചിട്ടുണ്ട്. ഈ സറാവതാരനാട്ടില്ലേ പേടിച്ചിട്ട് എന്തുണ്ടായിട്ടാണ് അൽറാമെല്ലാം 2-3 അൽറാം വെച്ചിട്ട് കിടന്നതാണ്. എന്നിട്ട് ഞാൻ അസ്രോടും പറഞ്ഞിന് ഇങ്ങനെ ഉറങ്ങിയിട്ടില്ലെങ്കിലും എന്നെ ഒരു 3 മണിയാകുമ്പോൾ വിളിച്ചിരുന്നല്ലോ ചിലട്ടില്ലേ. അങ്ങനെ എൻ്റെ മഷാല അസ്രോ മഷാല 3 മണിയാകുമ്പോൾ എന്നെ വിളിച്ചിന്. അങ്ങനെ അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇടിയപ്പം, പാല്, നെയ്പ്പത്തിൽ, പിന്നെ പുളിവാള, അങ്ങനെ ഇതെല്ലാം ഉണ്ടായി നെയ്യപ്പെല്ലാം. അപ്പോൾ ഞാൻ മിഞ്ഞാന്നൊരു വീഡിയോയിലില്ലേ നെയ്പ്പത്തിൽ ചുടുന്നാണ്ടിട്ട് എൻ്റെ പിരിസത്തിനൊരു സബ്സ്ക്രൈബർ ഉണ്ട്, അതറിയാം നമ്മളെ ഫൗസി ആൻറ്റി. നമുക്ക് സൗദിയിൽ നിന്ന് വരുമ്പോൾ ഗിഫ്റ്റെല്ലാം കൊണ്ടുവന്നിട്ട് ബൗളെല്ലാം ആ ഫൗസി ആൻറ്റി വീഡിയോ നോക്കിയിട്ട് പറയുന്നുണ്ടായിന്. ഞാനിപ്പോൾ ഇങ്ങനെ പൂരി നെയ്പ്പത്തിലെല്ലാം ചുടുമ്പോൾ ഇല്ല ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഈ ബാറ്ററിനെ എങ്ങനെ എണ്ണയ്ക്ക് മുക്കുന്ന പൂജയാണിക്ക് കണ്ടീന്. അതിനെ നോക്കിയിട്ട് നിൻ്റെ കൈ പൊള്ളിപ്പോവും, നീ അങ്ങനെ ഇടണ്ട, നീ എണ്ണയിൽ നിന്ന് എടുത്തിട്ടായിട്ടുള്ള എണ്ണയില്ല അതിലേക്ക് മുക്കിയാൽ മതി, ഇതിലേക്ക് മുക്കണ്ടെന്നല്ല ചിലട്ട് പൈസട്ടിന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൂജയാണ്ടി പറഞ്ഞല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് എണ്ണയ്ക്ക് ഡയറക്റ്റ് മുക്കുന്നില്ല. ഈ ദോശക്കാലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ്. നമുക്ക് പൂരിക്ക് ഇങ്ങനെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി എണ്ണല്ലേ വേണ്ടിയല്ല. അതിന് ഞങ്ങൾക്ക് അതങ്ങനെ എണ്ണയ്ക്ക് ഡയറക്റ്റ് മുക്കിയിട്ട് അതൊരു ഭേദിയായി അറിഞ്ഞാൽ. അതുകൊണ്ട് അറിയാതെ എണ്ണയ്ക്ക് തന്നെ പോയി പോന്നു. ആ തിളക്കുന്ന എണ്ണയ്ക്ക് നീ അങ്ങനെ മുക്കുണ്ടാവുള്ളൂ, എൻ്റെ കൈ ഇതെല്ലാം ആയി പോകുന്നില്ലിട്ട് കുറേ വോയിസ് ഇട്ടിന് മാഷാഅല്ലാ. ഭയങ്കര സന്തോഷമായി. ഒരു നമ്മളെ നല്ലൊരു മോളെ പോലെ ഒരു കെയർ ആക്കിയിട്ട് അങ്ങനെ വോയിസിന് വീഡിയോനെ നോക്കിയിട്ട് അതിനെ റിപ്ലൈ ചെല്ലുമ്പോൾ ഇതാക്കുമ്പോൾ വോയിസ് ഇടുമ്പോൾ എല്ലാം മാഷാഅല്ലാ താങ്ക് യു സാൻഡി. അങ്ങനെ ഞാനിതാ ദോശക്ക് മുക്കിയിട്ട് ദോശൻ്റെ ചട്ടിക്ക് മുക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ പൂരി നെയ്പ്പത്തിൽ ചുടുന്നത് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പൂരി നെയ്പ്പത്തിൽ ചുട്ടുകൊണ്ട് കുറേ വിസിയാക്കാം. അപ്പോൾ ഞാനിവിടെ സലാത്ത് വെച്ചോണ്ടുണ്ട്. നമ്മൾ റബീഉൽ മാസമല്ലേ, നമ്മളെ നബീൻ്റെ പേരിൽ നമുക്ക് എത്ര കഴിയുന്ന അത്ര സലാത്ത് ചെല്ലാം അല്ലേ. നമുക്ക് വേണ്ടിയിട്ട് നബി പണ്ട് കുറേ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ നബിക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ റബീഉൽ മാസത്തിൽ കുറേ സ്വലാത്തും യാസീനും എന്ത് നമുക്ക് കഴിയുന്നത് അതെല്ലാം ശരീരം നബിക്കും വേണ്ടിയിട്ട് എടുത്തേക്കാം അല്ലേ. അങ്ങനെ അപ്പോൾ പിന്നെ നമ്മളെ കമൻ്റ് എല്ലാം വായിക്കണ്ടേ. ബീഫ് കറീൻ്റെ റെസിപ്പിയുടെ റോളിൻ്റെ റെസിപ്പി കാണിക്കുമല്ലോ കുറേ വട്ടം ഒരാൾ മെസ്സേജ് അയക്കുന്നത്. ഒരിക്കൽ ഞാൻ ഇടാവേ അത് എനിക്ക് ഓർഡർ വന്നെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഓർഡർ കുറേ ദിവസമായി റോളുണ്ട് വരാതെ. വന്നില്ലെങ്കിൽ നോക്കട്ടെ ഫ്രീ ആകുമ്പോൾ ഒരിക്കൽ ചെയ്ത് കാണിക്കും. ഓക്കെ. പിന്നെ കുറേ മാഷാഅല്ലാ അടിപൊളി വീഡിയോ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ഇൻസ്പിറേഷൻ ലേഡി എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. താങ്ക് യു. അങ്ങനെ അൽഹംദുലില്ലാ നെയ്പ്പത്തിൽ ചുട്ടിട്ട് അതിനെ ഞാൻ ചൂടുപാത്രത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ചൂടുപാത്രത്തിൽ തന്നെ ഇട്ടതാണ്, എന്തെങ്കിലും തങ്ങക്ക് കൊടുക്കുന്നല്ലേ, അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ കൊടുക്കണമല്ലോ നമ്മൾ. അങ്ങനെയല്ല ചൂടാറണ്ടെന്നിട്ട് അങ്ങനെ അപ്പോൾ കൊടുക്കുന്നത് റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ ഭയങ്കര യാത്രപ്പത്തിൽ കുതിർപ്പാക്കുന്നില്ല. പിന്നെ ബീയ ഞാൻ ഇട്ടിട്ടെടുക്കുന്നുണ്ട്. 1 ഇട്ട് ഒന്നിച്ചിട്ട് തന്നെ 2 ഇട്ട് 3 ഇട്ട് അങ്ങനെ. പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി അടിപൊളിയായിന്ന് പറയുന്നുണ്ട്. അതിന് സൂപ്പറെന്ന് അതന്നെ താങ്ക് യു. അങ്ങനെ എല്ലാം നോക്കിയിട്ട് ഉണ്ടാക്കണമേ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. കട്ടപ്പാൽ തന്നെ എടുക്കണം, നല്ല ഷെയ്ക്ക് തന്നെ ആക്കണോ, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എണ്ണ കുറച്ച് കൂട്ടിക്കുന്ന ഇപ്പത്തിൽ പൊന്തൊന്നില്ല എന്നല്ലേ, അതിന് ആവശ്യത്തിനുള്ള എണ്ണ കൂട്ടണോ, ഓവർ ആവാങ്ങല കുറവാകല. ഞാൻ അങ്ങനെ മന്തി റെസിപ്പി കാണിക്കുമോ എന്ന് ചോദിക്കുന്നത്. മന്തി റെസിപ്പി ഞാൻ 2-3 വട്ടം കാണിച്ചിന്. കുക്കർ മന്തി, സാദാ മന്തി, മറ്റേ ഇങ്ങനെയുള്ള മന്തിയെല്ലാം ഇനിയിപ്പോഴും കൊണ്ടും കാണിക്കവേ. അപ്പോൾ അതാ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുളിവാളം ഉണ്ടായി, നെയ്യപ്പം ഉണ്ടായി, പിന്നെ ഫുൾ ചിക്കൻ, ഇടിയപ്പം, പാല്, ബീഫ് കറി അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ ഓരോന്നേയായിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നേ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ കണ്ടിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ കുമ്പള മാസ്റ്ററിൽ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിട്ട് ഞാൻ ബന്ധമുണ്ടാതെ കണ്ടിട്ട് കുറേ ആളുണ്ടായില്ലേ, ആരും എന്തെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ വന്നിട്ട് മുണ്ടവേ. നെയ്പ്പത്തലിന് ഏത് അരി എടുത്ത് ഞാൻ ചോദിക്കുന്നുണ്ടായി. നെയ്പ്പത്തൽ നമ്മൾ സാധാ പച്ചരിയില്ലേ, പച്ചരിയും തേങ്ങ, ഒരിത്തിരി ജീരകവും ഇട്ടിട്ട് അരച്ചതാണ് ഉപ്പിട്ടിട്ട്.
എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് തന്നെ അരച്ചത് അതിലേക്ക് മൈദപ്പൊടി ഇട്ടിട്ട് കുഴച്ചത്. അപ്പോൾ നല്ല നെയ്പ്പത്തിലാണ്, നല്ല ഇഷ്ടപ്പെട്ടിന്. മസാല കൊണ്ടുപോയവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. ഇടിയപ്പം പാലും എന്നെ തങ്ങ തിന്നത് നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ആയിന്, നല്ല അതിന് നല്ല ചൂടുണ്ടായിന്, എല്ലാവർക്കും ഇഷ്ടമായിന് എന്നല്ല പറഞ്ഞിട്ട് ഒരു വിളിച്ചിട്ടും ഉണ്ടായിന്, വോയിസ് കൂട്ടിനായി മസാല. അതെല്ലാം ചെല്ലിയിട്ടില്ലേ നമുക്ക് ഒരു പറഞ്ഞിട്ട് നമുക്ക് ആ നല്ല അതിന് നല്ല ചെലുത്താൻ ഒരു സമാധാനമാണെന്നില്ലേ. അതുണ്ടാക്കിയ മടി ബനിയും ഇതും എന്ത് കഷ്ടപ്പാടും ഒരു അറിയുന്നില്ല അറിയാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ കുറേ ആൾ പറയുന്നുണ്ട് എത്ര ബിയോക്ക് റെഡിയാക്കുന്നു, ഓൾ എത്ര ബി എന്തെല്ലാം ഉണ്ടാക്കുന്നു, എന്തെളുപ്പം ഉണ്ടാക്കുന്ന കാണുമ്പോൾ അങ്ങനെ ആക്കണേ നമുക്ക് ഓക്ക് മാത്രം അങ്ങനെ ഇങ്ങനെ കുറേ ആൾ മസാല കുറേ ആൾ പറയലുണ്ട്. ഒരു ഉമ്മാമാരെല്ലാം നോക്ക് ഓളാക്കുന്നത്, ഓളിതാക്കുന്ന നോക്ക് ഓളങ്ങനെ ആക്കുന്നു, ഓളിങ്ങനെ ആക്കുന്നു, എത്ര ബിയോ ആക്കിയിട്ട് എടുക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അതിന് മാത്രമല്ലേ ഇത് അത്ര ബിയൊന്നാണ് സംഭവം. കുറേ ടൈം എടുത്തിട്ട് ഒരു 4-5 മണിക്കൂർ കിച്ചണിൽ 6 മണിക്കൂറെല്ലാം നിന്നെങ്കിൽ റെഡിയാകുന്ന സംഭവം. ഇതെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് വെന്തിട്ട് അത് സെറ്റാക്കിയിട്ട് അതിനെ ഒരുപോലെ ആക്കിയിട്ട് അരച്ചിട്ട് അതിനെ അരി പൊത്തിയിട്ട് അതിൻ്റെ പാത്രം കയറ്റി അതിനെ ക്ലീൻ ആക്കിയിട്ട് നല്ല പണിയുണ്ട്, കുറച്ചൊന്നുമല്ല. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ അതെല്ലാം ഒന്ന് സ്പീഡാക്കിയിട്ട് കുറച്ച് കച്ചറകളെല്ലാം കട്ടാക്കിയിട്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനും പോകുന്നതിനും വരുന്നതിനും അതിനെല്ലാം കട്ടാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് അതിൻ്റെ പകുതീൻ്റെ കാപ്പാതെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ വിചാരിക്കുന്നത് പക്ഷെ നിന്നായിരുന്നു തന്നെ എന്തെല്ലാം പണിയാന്നോൾക്ക് എത്ര പെട്ടെന്ന് റെഡിയാകുന്നു അങ്ങനെ എല്ലാം വിചാരിക്കുന്നില്ല നിങ്ങൾ. അങ്ങനെയല്ല കേട്ടോ സംഭവം. എല്ലാത്തിനും നല്ല കഷ്ടമുണ്ട്, നല്ല ഹാർഡ് വർക്ക് ഉണ്ട്. ഒന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തെങ്കിലേ മടുമ്പും കാലും എല്ലാം ഫുള്ള് നമ്മളായിട്ടില്ലേ. പിന്നെ ഒരു ഓയിൽമെൻ്റെല്ലാം തേച്ചിട്ട് കുറച്ച് കാലിലേക്ക് ചൂടുവെള്ളം കൂട്ടിയതിന് ശേഷമാണ് ഒന്ന് സെറ്റാകുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെ ചൂടുന്നതിൻ്റെ ഇടയിൽ 2 വട്ടം ബേബി അണിച്ചിട്ട് പുളിവാളത്തിൻ്റെ തീ ഓഫാക്കിയിട്ടിരിക്കും പോയി, നെയ്യപ്പത്തിൻ്റെ തീ ഓഫാക്കിയിട്ടിരിക്കും പോയി. എന്നിട്ട് വൈലോട്ട് അതിനൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് മെല്ലെ പുളറയിൽ കൊടുത്തിട്ട് വന്നതാന്ന് പറഞ്ഞാൽ. എന്നിട്ട് മെല്ലെ മിതാദിൽ വിളിച്ചൊന്നിട്ട് ഇപ്പത്തിനൊന്ന് പിടിച്ചിരുന്നിട്ട് അങ്ങനെ മിതാദ് മേടിച്ചിട്ട് ഓന് പിടിച്ച് തന്നതാന്ന് ഒന്നിട്ട്. അപ്പോഴേക്ക് ബേബീനെ ഒന്ന് എടുത്തിട്ട് ഓൻ അങ്ങോട്ടും എന്നെല്ലാം നടക്കുന്നുണ്ട്. കേക്ക് നേരാ രാവിലെ അല്ലല്ലോ, ഓനൊരു ഭയങ്കര കരച്ചിലാന്ന്. എങ്ങനെ കൊടുത്തിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ആക്കി അവൻ കഴിക്കുന്നില്ല. അൽഹംദുലില്ലാ അങ്ങനെ ഒരു വകയായിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ റിക്ഷയെല്ലാം വരാൻ ചെല്ലിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് റിക്ഷയിൽ തന്നെ കൊടുത്തയച്ചിട്ട് വരാൻ ആളില്ല എന്നല്ലോ. കുമ്പോല തങ്ങളെ മോഹനി വരുന്നതെന്നല്ല ചെല്ലിട്ട് അങ്ങനെ പക്ഷെ അത് തങ്ങന്മാർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ മനസ്സിനൊരു എന്തോ ഒരു സന്തോഷം അല്ലേ. നമ്മളെ ഫുഡ് തങ്ങന്മാരെല്ലാം ഉണ്ടാക്കി കഴിക്കുന്നതെന്നെല്ലാം വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി മാഷാ അല്ലാ. അങ്ങനെതാ പുളിവാളും ഇടിയപ്പം, നെയ്യപ്പം, ബീഫ് കറി, ഫുൾ ചിക്കന്, നെയ്പ്പത്തിരി എല്ലാം റെഡിയാക്കിയിട്ട് അൽഹംദുലില്ലാ അങ്ങനെ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമുക്കൊരു പരിപാടിയുണ്ട് ഉച്ചക്കാന്ന്. അത് ഞാൻ ഇങ്ങനെ ആയിട്ടില്ല ഇത് കൊടുത്തിട്ടായിട്ട് ഞാൻ ഭയങ്കര കിടന്നിട്ട് ഉറങ്ങിയറിഞ്ഞാൽ എന്തെങ്കിലും 3 മണിക്ക് എണിച്ചതല്ലേ. എന്നിട്ടായിട്ട് ഞാനും പിള്ളമാർ എല്ലാത്തിനും മുണ്ടാതെ കിടത്തിട്ട് ഉറക്കിയാണ് എനിക്ക് ഉണ്ടായിട്ട്. സ്കൂളില്ലാതെ സൺഡേ ആയിരുന്നു, സ്കൂളില്ലാത്തതുകൊണ്ട് സമാധാനമായി. അങ്ങനെ മദ്രസ സ്കൂളൊന്നും ഇല്ല അവർക്ക് സൺഡേ ആകുമ്പോൾ. അങ്ങനെ എല്ലാവരും ഞാനും മക്കളെല്ലാം കിടന്നിട്ട് ഉറങ്ങിയതാണ്. എന്നിട്ടല്ലേ ഉമ്മാനെ വിളിച്ചിട്ടുണ്ടോ എന്തായില്ലേ ഭയങ്കര കിടന്നിട്ട് ഉറങ്ങിയത്. എന്നിട്ട് മാഷാ അല്ലാഹ് ഉറങ്ങിയിട്ടെല്ലാം അണിച്ചിട്ട് പിന്നെ ഞാൻ ഏകദേശം ഒരു 1-1:30 മണിയാകുമ്പോൾ അണിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മളെ മുത്തമ്മാൻ്റെ മോളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അടുക്ക നമ്മളെല്ലാവരും പോയിട്ടുണ്ടായി. ഞാൻ അനിയത്തിമാറും പിന്നെ നമ്മളെ മുത്തമ്മാൻ്റെ മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിന്. പക്ഷേ അതവിടെ പോയിട്ട് നല്ല ഉണ്ടായി. നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിട്ട് കൂടുമ്പോൾ ഒരു വേറെ തന്നെയല്ലൊരിത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. മുത്തമ്മാൻ്റെ മോളും മരുമക്കളും മക്കളും പുള്ളിമക്കളും എന്നല്ലേ എനിക്ക് പക്ഷേ കുറേ ആളുണ്ട് ഓറ്. അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിച്ചിട്ട് കുറേ ബിസിയാക്കിയിട്ടായിട്ട് അവിടെ വന്നതാണ്. നല്ല ബീഫ് ബിരിയാണി അല്ലല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, കച്ചമ്പർ, പായസം, വെറുംചോറ്, മീൻകറിയും, വെജ് കറി അങ്ങനെ എന്തെല്ലാം ഉണ്ടായി സംഭവങ്ങളെല്ലാം. അതെല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ കുറേ ടൈം ആടെ ഇരുന്നിട്ട് ബിസെല്ലാം ആക്കിയിട്ടായിട്ട് ഒരു വൈകുന്നേരം നമ്മൾ അടുക്ക് എത്തുമ്പോൾ ഏകദേശം 2-2:30 മണിയെല്ലാം ആയില്ലേ പോകുമ്പോൾ. പിന്നെ അതെല്ലാം ബിസെല്ലാം ആക്കിയിട്ടായിട്ട് നമ്മൾ വന്നതാണ്. പിന്നെ നമ്മൾ മുത്തമ്മാൻ്റെ മക്കൾ ഞങ്ങൾ ഒന്നിച്ച് കൂടെയെങ്കിൽ പിന്നെ പറയണ്ട. കാക്കാൻ്റെ മോള് മാത്രം കാക്കാൻ്റെ മോളില്ലേ കുറച്ച് വേഗം പോയിട്ടുണ്ടായി. നമ്മൾ പോകുമ്പോൾ കോള് ഒക്കെ പൈലോട്ട് പറന്തിനോ പോകാണ്ടില്ലേ ഓറങ്ങനെ പോയിട്ടുണ്ടായി. ഇല്ലേ കാക്കാൻ്റെ മോളും ഉണ്ടായിരുന്നു നമ്മളൊക്കെ.
അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിയും കളിയും ബിസും എല്ലാം അതിന് ശേഷം നമ്മൾ വൈകുന്നേരം വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണവേ. അപ്പോൾ ലൈക്കും കമൻറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വിട്ടിട്ടുണ്ടാ. ലൈക്കും വേണം, നിങ്ങളെ കമൻറ്റും വേണം. നിങ്ങളെ ലൈക്കും കമൻറ്റെല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ വീണ്ടും 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 ചെയ്യാനൊരു ഒരു ഇൻട്രസ്റ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.